അപ്പം സെൽസിന്റെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ കയറുമ്പോൾ എന്താ സംഭവിക്കുക? സെൽസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? അതിന്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കും, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. നമുക്ക് ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈ രീതിയിലായിരിക്കും നമ്മൾ നടത്തുക. ചിലപ്പോൾ ചില ഏരിയാസ് ഉണ്ടാവും, അവിടെ നിന്ന് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആയിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട്. ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മൾ ആക്ച്വലി നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഇനി ഏകദേശം ഒരു 48 ദിവസത്തോളമാണ് വരിക, അല്ലെ? 47-48 ദിവസമാണ് വരിക. അപ്പൊ ആക്ച്വലി നമ്മളോട് പല സ്റ്റുഡൻസും അതിന്റെ ഗൈഡൻസ്, അതായത് എക്സാം പ്രിപ്പറേഷൻ ഗൈഡൻസ് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പം DMEയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നഴ്സ് എക്സാം നടക്കുക അല്ലെങ്കിൽ എഴുതാനായിട്ട് പോകാൻ നിങ്ങൾ പലരും ആദ്യത്തെ പ്രാവശ്യം ആയിരിക്കത്തില്ല, അല്ലെ? അതായത് ഇതിന് മുന്നേ പലപ്പോഴും എക്സാം എഴുതിയിട്ടുണ്ടാവും, നല്ല രീതിയിൽ തയ്യാറെടുത്തൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ എഴുതിയത്. പക്ഷേ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല, അതല്ല ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ തന്നെ അവർക്ക് ജോലി ലഭിക്കണമെന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ആക്ച്വലി നല്ല രീതിയിൽ അവർ പഠിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഏത് രീതിയിലാണ് വരിക, ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു പരിശീലന കുറവായിരിക്കും മിക്കവാറും സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ എക്സാം, അതായത് ജോലി ലഭിക്കാൻ കഴിയാതെ പോവുക. അപ്പൊ ആക്ച്വലി അത് കൂടെ റെക്ടിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ എത്രത്തോളം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നു അത്രത്തോളം പ്രധാനമുള്ള കാര്യമാണ് നമ്മൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാം ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്ന് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ ആക്ച്വലി അതിനൊരു സൊല്യൂഷനാണ് ഇന്ന് എജൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതായത് ഓരോ എക്സാമിനും ആക്ച്വലി ഓരോ പാറ്റേൺ ആയിരിക്കും. അതായത് ഇപ്പം സ്റ്റാഫ് നഴ്സ് എക്സാം പോലെ ആയിരിക്കില്ല നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം വരിക, അതുപോലെ ആയിരിക്കത്തില്ല കേരള PSC എക്സാം പോലെ ആയിരിക്കത്തില്ല ഒരു പക്ഷേ നോർസെറ്റിന്റെ എക്സാം വരിക, അല്ലെ? അപ്പൊ നമ്മൾ ആക്ച്വലി പഴയ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഏത് രീതിയിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ കണ്ടുപിടിക്കണം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ കഴിയും, നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ കഴിയും, നല്ല റാങ്കും മേടിക്കാൻ കഴിയും. അപ്പൊ ആക്ച്വലി അതായത് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച്. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് റെഗുലർ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ കോഴ്സിലുള്ള സ്റ്റുഡൻസിന് തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് ഇത് ലഭിക്കുക. അല്ലാതെയുള്ള സ്റ്റുഡൻസിന് ആക്ച്വലി പല പുതിയ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ബാച്ച് ഒന്ന് തുടങ്ങാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വെക്കാവോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ആക്ച്വലി അതിന് ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ നാളെ ആണ് സ്റ്റാർട്ട് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച്. അതിനകത്ത് ആക്ച്വലി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും പറഞ്ഞു പോവുകയല്ല, അതിന്റെ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന്, ഈ ഏരിയയിൽ നിന്ന് ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏത് രീതിയിൽ നമുക്ക് എലിമിനേഷൻ ഒക്കെ ചെയ്തിട്ട്, അതായത് ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിൽ ആൻസറിലേക്ക് എത്താം, ആ ഒരു രീതിയിലുള്ള കുറച്ച് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഏത് രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് നമ്മൾ നടത്തപ്പെടുക, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. Phase 2 ഓഫ് കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഡ്യൂ ടു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടല്ലേ, സോ ഇതില് പല ഫേസസ് ഉണ്ട്. ഫേസ് 0, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതില് ഫേസ് 2, നമ്മുടെ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫേസ് 2 ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ വരുന്നത് സോഡിയം ഇൻഫ്ലക്സ്, ബി പൊട്ടാസ്യം എഫ്ലക്സ്, ഓപ്ഷൻ സി വരുന്നത് കാൽഷ്യം ഇൻഫ്ലക്സ്, ഓപ്ഷൻ ഡി വരുന്നത് കാൽഷ്യം എഫ്ലക്സ്. അപ്പൊ ഇത് ഏതാണ് ആക്ച്വലി നമ്മുടെ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫേസ് 2 കേട്ടോ. കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫേസ് 2 ഉണ്ടാകുന്നത് ഏത് അയോണിന്റെ ആക്ഷൻ കാരണം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഐഡിയ ഉണ്ടോ നമുക്ക് ഇതിനെ കുറിച്ച്? ആക്ച്വലി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് നമ്മുടെ കാർഡിയാക് സെൽസിന്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എത്രയാണ് വരിക? RMB വരുന്നത് -90 ആണ് അല്ലെ വരിക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഫേസ് 2 കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫേസ് 2 ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാൽഷ്യം അയോൺസിന്റെ ഇൻഫ്ലക്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ കാൽഷ്യം അയോൺസ് ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ് ആക്ച്വലി ഫേസ് 2 ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം. ഫേസ് 2 ഓഫ് ദ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ, ഇതിന് വേറൊരു പേരുണ്ടല്ലേ, എന്താണ്? പ്ലാറ്റ്യൂ ഫേസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത്. ഇതിന് നമ്മൾ ഫേസ് 2 നമ്മൾ പറയുന്നത് പ്ലാറ്റ്യൂ ഫേസ് ആണ്.
പ്രൈമറിലി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാൽഷ്യം അയോൺസിന്റെ ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം അയോൺസ് സെൽസിന്റെ ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ് ഈ പ്ലാറ്റ്യൂ ഫേസ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം phase 2 ഓഫ് ദ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ, ഇതിന്റെ വേറൊരു പേര് പ്ലേറ്റ്യൂ ഫേസ് ആണ്. phase 2 പ്ലാറ്റ്യൂ ഫേസ് ആണ്. ഇത് ഉണ്ടാകുന്നത് കാൽഷ്യത്തിന്റെ ഇൻഫ്ലക്സ് കൊണ്ടാണ്, കാൽഷ്യം അയോൺസ് ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പൊ നോക്കിക്കേ, ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പറഞ്ഞു അല്ലെ. നമ്മുടെ കാർഡിയാക് സെൽസിന്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിയാക് സെൽസ് സ്റ്റിമുലേറ്റ് ആകും എന്നുള്ള കാര്യം അറിയാമല്ലോ. കാർഡിയാക് സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുക അല്ലെ. ഇമ്പൾസ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ SA നോഡാണ് നമ്മുടെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക. SA നോഡിൽ നിന്ന് അത് AV നോഡിലേക്ക് വരുന്നു. അവിടെ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസിലും വഴി പെർക്കിഞ്ചി ഫൈബേഴ്സിലേക്ക് പോകുന്നു. ഇതാണ് ആക്ച്വലി ഒരു ഇമ്പൾസിന്റെ ട്രാവൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർഡിയാക് സെൽസ് സ്റ്റിമുലേറ്റ് ആകുമ്പോൾ. അപ്പൊ കാർഡിയാക് സെൽസ് സ്റ്റിമുലേറ്റ് ആകുന്നതിന് മുന്നേ ഉള്ള ഫേസിനാണ് നമ്മൾ എന്ത് പറയുക? റെസ്റ്റിംഗ് മെംബ്രെയിൻ, അതായത് കാർഡിയാക് സെൽസ് റെസ്റ്റ് ചെയ്യുന്ന സമയം അല്ലെ. ഇതിനാണ് നമ്മൾ പറയുന്നത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ചോദിക്കാം, അത് -90 കേട്ടോ, -90 മില്ലി വോൾട്ട് ആണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ നോക്കിക്കേ, ഫേസസ് ഞാൻ പറഞ്ഞു, പല ഫേസസ് ഉണ്ടല്ലോ. അതിൽ നോക്കിക്കേ, ഒന്നാമത്തെ ഫേസ് പറഞ്ഞാൽ phase 0, പിന്നെ 1, 2, 3, പിന്നെ ഈ 4 കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഫേസ്. അതുപോലെ തന്നെ phase 4 എന്ന് പറഞ്ഞാൽ അതൊരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സംഭവം. അപ്പൊ നോക്കിക്കേ, phase 0 സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയേ, ഈ phase 0 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സെൽസിന്റെ പുറത്ത് നിന്ന് സെൽസിന്റെ ഉള്ളിലേക്ക് സോഡിയം കയറുന്നു. അതിന് നമ്മൾ എന്താ പറയുക? സോഡിയം ഇൻഫ്ലക്സ് എന്നാ പറയുക അല്ലെ. അതായത് സെൽസിന്റെ പുറത്തു നിന്ന് സെൽസിന്റെ ഉള്ളിലേക്ക് സോഡിയം കയറുന്നതിന് നമ്മൾ സോഡിയം ഇൻഫ്ലക്സ് എന്നാണ് പറയുക. അപ്പം സെൽസിന്റെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ കയറുമ്പോൾ എന്താ സംഭവിക്കുക? സെൽസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? അതിന്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. അതായത് -90 നിന്ന് നോക്കിക്കുക ഒരു +20 വരെ അതിന്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജ് കയറുന്നു അല്ലെ. അതിനാണ് നമ്മൾ സോഡിയം ഇൻഫ്ലക്സ് എന്ന് പറയുക. അപ്പൊ ചോദിക്കും, ഈ പറഞ്ഞ പോലെ phase 2 പറഞ്ഞതുപോലെ തന്നെ phase 0 ഉണ്ടാകാനുള്ള കാരണം എന്താണ്? സോഡിയം ഇൻഫ്ലക്സ് ആണെന്ന് ഓർക്കുക. ആദ്യം ഇങ്ങനെ ഓർത്താൽ മതി, ആദ്യം ഉപ്പ് തിന്നുന്നു ഓർത്താൽ മതി. അപ്പൊ ഉപ്പ് തിന്നുമ്പോൾ എന്താണ്? പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പം ഈ -90 നിന്ന് +20 കാർഡിയാക് മെംബ്രെയിൻ ആക്ഷൻ പൊട്ടൻഷ്യൽ കയറുന്നു. അതായത് നെഗറ്റീവിൽ നിന്ന് അത് പോസിറ്റീവിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വരുന്നത് phase 1. നോക്കിക്കേ, phase 1 എന്തുകൊണ്ടാണ് വരിക? phase 1 വരിക പൊട്ടാസ്യം എഫ്ലക്സ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നോക്കിക്കേ, എല്ലാം പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. പോസിറ്റീവ് ചാർജ് ഉള്ള സോഡിയം അയോൺ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ചാർജ് കുറഞ്ഞ് പോസിറ്റീവ് ചാർജിലേക്ക് പോകുന്നു അല്ലെ. പിന്നെ നോക്കിക്കേ, ഈ 1 എന്ന് പറയുമ്പോൾ ഈ ഇവിടെ നിന്നേ ഈ +20 നിന്ന് താഴേക്ക് വരിക ചെയ്യുന്നല്ലേ, താഴേക്ക് വരുന്നു. അപ്പൊ എന്താ സംഭവം? പൊട്ടാസ്യം, പോസിറ്റീവ് ചാർജ് ഉള്ള പൊട്ടാസ്യം സെല്ലിന്റെ കാർഡിയാക് സെല്ലിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു. അതിനാണ് പൊട്ടാസ്യം എഫ്ലക്സ് എന്ന് പറയാം കേട്ടോ. അപ്പം പൊട്ടാസ്യം പുറത്തേക്ക് പോകുമ്പോഴാണ് ആ phase 0 പതിയെ അത് phase 1 വരിക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് phase 2 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഈ ഒരു രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഒരു 0-ൽ, അതായത് ഈ +20 നിന്ന് അത് 0 വന്നു. അതിനാണ് നമ്മൾ phase 1 എന്ന് പറയുക. അതിന്റെ കാരണമാണ് ഈ പൊട്ടാസ്യം എഫ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് phase 2 എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പ്ലാറ്റ്യൂ ഫേസ് ആണ്. അതായത് അവിടെ ചാർജിന് വലിയ വ്യത്യാസം വരുന്നില്ല. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം phase 2-ൽ ബേസിക്കലി അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് കാൽഷ്യം ഇൻഫ്ലക്സ് ആണ്. കാൽഷ്യം ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ് ഇവിടെ നിന്ന് താഴേക്ക് വന്നിട്ട് ആ ഒരു പ്ലാറ്റ്യൂ ഫേസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പൊ phase 2 എന്ന് പറയുമ്പോൾ കാൽഷ്യം ഇൻഫ്ലക്സ് ആണ്. പിന്നെ നോക്കിക്കേ, അഗെയിൻ phase 3 എന്ന് പറയുമ്പോൾ അതൊരു ഡിക്ലൈനിങ് ഫേസ് ആണ്. അതായത് 0-ൽ നിന്ന് പിന്നെയും -90 വരുന്നു. അതായത് -90 എത്തിയിട്ടില്ല, അതിലേക്ക് വരുന്നു. അതിന്റെ റീസൺ എന്താണ്? പൊട്ടാസ്യം എഫ്ലക്സ്, അതായത് കാർഡിയാക് സെൽസിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് phase 3 ഉണ്ടാകുന്നത്. പിന്നെ അഗെയിൻ phase 4 എന്ന് പറയുമ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇത്ര ഓർക്കുക, ആദ്യം സോഡിയം ഉള്ളിലേക്ക് പോകുന്നു, phase 0 -90 നിന്ന് +20 പോകുന്നു. പിന്നെ പൊട്ടാസ്യം കുറച്ച് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു phase 1 എത്തുന്നു. പിന്നെ phase 2 എന്ന് പറയുമ്പോൾ അത് ഒരു പ്ലാറ്റ്യൂ ഫേസിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം ഈ കാൽഷ്യം ഇൻഫ്ലക്സ് ആണ് മെയിൻ ആയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, കാൽഷ്യം ഇൻഫ്ലക്സ്. പിന്നെ phase 3 എന്താ സംഭവിക്കുക? phase 3 പൊട്ടാസ്യം എഫ്ലക്സ്, അതായത് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു, പൊട്ടാസ്യം എഫ്ലക്സ് സംഭവിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് സംഭവിക്കുന്നത് phase 4 ആണ്. അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നമുക്ക് ഓരോ ഫേസിനെയും കുറിച്ച് പഠിക്കാൻ, കാരണം ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നോക്കിക്കേ, phase 0 എന്ന് പറയുമ്പോൾ എന്താ വരിക? അവിടെ
ഡീപോളറൈസേഷൻ. അപ്പൊ നിങ്ങൾ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? phase 0 എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ. അപ്പൊ ഡീപോളറൈസേഷൻ എന്താണ്? ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഹാർട്ടിന്റെ കൺട്രാക്ഷൻ ആണെന്ന് പറയും അല്ലെ. പക്ഷെ അത് പാർട്ട്ലി കറക്റ്റ് ആണ് കേട്ടോ, പാർട്ട്ലി അത് കറക്റ്റ് ആണ്. പക്ഷേ ഈ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ഞാൻ പറഞ്ഞല്ലോ -90 നിന്ന് അത് +20 പോകൂലേ. അപ്പോ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നുണ്ട്. ആക്ച്വലി ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുക. അതായത് അതിന്റെ പൊളാരിറ്റിയിൽ വരുന്ന വ്യത്യാസം. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ചാർജുള്ള അയോൺസ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുന്നു അല്ലെ. അതായത് നമ്മുടെ കാർഡിയക് സെൽസിലേക്ക് സോഡിയം കയറുമ്പോൾ അതിന്റെ പോസിറ്റീവ് ചാർജ് കൂടി വരുന്നു. അതിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുക. ഈ ഡീപോളറൈസേഷൻ വരുന്നത് കൊണ്ടാണ് ഹാർട്ടിന് കൺട്രാക്ട് ചെയ്യാൻ കഴിയുന്നത്. ഇത്രയും ക്ലിയർ ആകുന്നുണ്ടല്ലോ. അപ്പം phase 0 എന്ന് പറഞ്ഞാൽ അത് ഡീപോളറൈസേഷൻ ആണ്. റാപ്പിഡ് ഡീപോളറൈസേഷൻ ഡ്യൂ ടു സഡൻ ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയോൺസ് കേട്ടോ. സോഡിയം അയോൺസ് പെട്ടെന്ന് കയറുന്നു, പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോൺസ് പെട്ടെന്ന് കയറുന്നത് കൊണ്ട് അവിടെ റാപ്പിഡ് ആയിട്ടുള്ള ഡീപോളറൈസേഷൻ ഉണ്ടാകുന്നു. കൂടാതെ വോൾട്ടേജ് ഗേറ്റഡ് ഫാസ്റ്റ് സോഡിയം ചാനൽസ് ഓപ്പൺ. അവിടെ എന്താ സംഭവിക്കുക? ഈ സോഡിയം അയോൺസ് എങ്ങനെ അകത്തേക്ക് കയറുക? ഈ സോഡിയത്തിന് മാത്രം കയറ്റി വിടാനുള്ള ഗേറ്റ് ഉണ്ട്. സപ്പോസ് ഇത് നിങ്ങൾ ഓർക്കുക, ഇത് സോഡിയം ഗേറ്റ് ആണ്, സോഡിയത്തിന് മാത്രം കടത്തി വിടുന്ന ഗേറ്റ് ആണ്. അപ്പം ഈ സോഡിയം ചാനൽ ഉണ്ടല്ലോ, സോഡിയം ഗേറ്റഡ് ചാനൽ ഉണ്ടല്ലോ, അത് ഓപ്പൺ ആകുന്നു. എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കോസിങ് റാപ്പിഡ് ഇൻക്രീസിങ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ. പെട്ടെന്ന് സോഡിയം ഉള്ളിലേക്ക് കയറുന്നു, അതിന്റെ മെമ്പറൈൻ പൊട്ടൻഷ്യൽ കൂടി വരുന്നു അല്ലെ. -90 നിന്ന് അത് പതിയെ കയറി എങ്ങോട്ട് പോകുന്നുണ്ട്? +20 കേട്ടോ. അതായത് മൂവ്സ് ഫ്രം റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള -90 നിന്ന് അത് +20 പോകുന്നു. എന്തിനാ ഇത് പോകുന്നത്? പർപ്പസ് ഈസ് ടു ഇനിഷ്യേറ്റ്സ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ട്രിഗേഴ്സ് കോൺട്രാക്ഷൻ. അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കാരണം കൺട്രാക്ഷൻ ഉണ്ടാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ഈ ഇമേജ് കൂടെ വെച്ച് പറയുമ്പോൾ കുറച്ചൊന്ന് മനസ്സിലാവും അല്ലെ. ഇതും കൂടെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് മനസ്സിലാവും. അതായത് phase 0 എന്ന് പറയുമ്പോൾ ഇതാണ് phase 0. ഇതാണ് phase 0 എന്ന് പറയുന്നത്. phase 0 എന്താ സംഭവിക്കുക? ഒരു -90 ആണ് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ. അവിടെ നിന്ന് നോക്കിക്കേ, സെല്ലിന്റെ പുറത്ത് നിന്ന് കാർഡിയക് സെല്ലിലേക്ക് ഇതാണ് വോൾട്ടേജ് ഗേറ്റഡ് അയോൺ ചാനൽ എന്ന് പറയുന്നത്. അതുവഴി സോഡിയം ഉള്ളിലേക്ക് പോകുന്നു. അപ്പം പോസിറ്റീവ് ചാർജ് കയറി ഏതുവരെ പോകുന്നു? ഒരു +20 വരെ പോകുന്നു. അതാണ് phase 0 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ മനസ്സിലാക്കുക. phase 0 ഡീപോളറൈസേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയോൺസ്. ഇത്രയും ഓർത്തിരിക്കുമല്ലോ. നെക്സ്റ്റ് phase 1 ആണ്. അതെന്താണ്? ഇനിഷ്യൽ റീപോളറൈസേഷൻ കേട്ടോ. അപ്പം ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താണ്? അയോൺസ് ഉള്ളിലേക്ക് കയറുന്നു, പോസിറ്റീവ് ചാർജ് വരുന്നു. നെക്സ്റ്റ് റീപോളറൈസേഷൻ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഹാർട്ടിന്റെ റിലാക്സേഷൻ എന്ന് പറയും. പക്ഷെ ഞാൻ പറയും അത് പകുതി കറക്റ്റ് ആണ്. പക്ഷേ അവിടെ കുറച്ച് പൊളാരിറ്റിയിൽ അല്ലെങ്കിൽ ഈ ചാർജിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ +20 വരെ പോയിട്ട് പതിയെ അതിന്റെ ചാർജ് കുറയുന്നു. അതിനെയാണ് നമ്മൾ ഈ റീപോളറൈസേഷൻ എന്ന് പറയുക. അത് phase 1 ആണ്. സ്ലൈറ്റ് റീപോളറൈസേഷൻ ആഫ്റ്റർ ദ പീക്ക് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ പീക്ക് വരെ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? പതിയെ റീപോളറൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. അവിടെ ചാനൽസ് ഏതൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? ഒന്നാമത്തേത് സോഡിയം ചാനൽസ് ഇനാക്ടിവേറ്റ് ആകുന്നു. മനസ്സിലായോ? സോഡിയം ചാനൽസ് ഇനാക്ടിവേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നേരത്തെ സോഡിയത്തിന് കയറാൻ വേണ്ടി തുറന്നു കൊടുത്തില്ലേ ചാനല്, ആ ചാനൽ പോയിട്ട് വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നു. സോഡിയം പിന്നെ ഉള്ളിലേക്ക് കയറുന്നില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടാസ്യം ചാനലുണ്ട്. പൊട്ടാസ്യം ചാനൽ താഴെ ഇരിപ്പുണ്ട്, അവൻ പതിയെ തുറന്നു കൊടുക്കും. അപ്പൊ എന്താണ്? സെല്ലിനകത്തുള്ള പൊട്ടാസ്യം പതിയെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഈ പോസിറ്റീവ് ചാർജ് കുറഞ്ഞു വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പൊട്ടാസ്യം ചാനൽസ് ബ്രീഫ്ലി ഓപ്പൺ. പൊട്ടാസ്യം ചാനൽസ് പതിയെ എന്ത് ചെയ്യുന്നു? ഇത് സോഡിയം ചാനലാണ്, ഇത് പൊട്ടാസ്യം ചാനലാണ്. പൊട്ടാസ്യം ചാനൽ പതിയെ തുറന്നു കൊടുക്കുമ്പോൾ പൊട്ടാസ്യം ഒക്കെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അലോവിങ് എ സ്മോൾ ഇഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം. എന്താണ്? ഈ പൊട്ടാസ്യം കുറച്ച് ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ എന്താ സംഭവം? പൊട്ടാസ്യം പോസിറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജ് കുറയുന്നു അല്ലെ. സ്ലൈറ്റ്ലി ഡിക്രീസ് ഫ്രം ദ പീക്ക്. മെമ്പറൈൻ പൊട്ടൻഷ്യൽ നോക്കിക്കേ, ചെറുതായിട്ട് ഈ പീക്കിൽ നിന്ന് കുറയുന്നു. അതിനാണ് നമ്മൾ phase 1 എന്ന് പറയുന്നത്. പർപ്പസ് എന്താണ്? പ്രിപ്പയർസ് ഫോർ ദ പ്ലാറ്റ്യൂ ഫേസ് അല്ലെ. ഒരു പ്ലാറ്റ്യൂ ഫേസിന് വേണ്ടി ഹാർട്ടിലെ സെൽസിനെ പ്രിപ്പയർ ചെയ്യുകയാണ് ഈ phase 1 ആയിട്ടുള്ള ഇനീഷ്യൽ റീപോളറൈസേഷൻ കാരണം സംഭവിക്കുന്നത്. അപ്പൊ phase 1 എന്ത് സംഭവിക്കുന്നുണ്ട്? പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ട്.
ഫേസ് 0 സോഡിയം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഫേസ് 1 പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഫേസ് 2 ആണ് മൂന്നാമത്തെ ഫേസ്. അതിനെയാണ് നമ്മൾ പ്ലാറ്റ്യൂ ഫേസ് എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? പ്രൊലോങ്ഡ് ഫേസ് വെയർ ഡീപോളറൈസേഷൻ ഈസ് മെയിൻറ്റെയിൻഡ്. അവിടെ ആ ഒരു ഡീപോളറൈസേഷൻ ഉണ്ടല്ലോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് പ്ലാറ്റ്യൂ ഫേസിൽ ചെയ്യുക. മെമ്പറൈൻ പൊട്ടൻഷ്യൽ നോക്കിക്കേ, 0 മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെ. മെമ്പറൈൻ പൊട്ടൻഷ്യൽ 0 മെയിൻറ്റെയിൻ ചെയ്യുന്നു പ്ലാറ്റ്യൂ ഫേസിൽ. മെമ്പറൈൻ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 millivolt ആണ്. ചാനൽസ് ഇൻവോൾവ് ആയതാണ് എൽ ടൈപ്പ് കാൽഷ്യം, അതായത് എൽ ടൈപ്പ് കാൽഷ്യം ചാനൽസ് ഓപ്പൺ ആകുന്നുണ്ട്, അലോയിങ് കാൽഷ്യം ഇൻഫ്ലക്സ്. എന്താണ് കാൽഷ്യം ചാനൽ? ഇവിടെ ഇരിപ്പുണ്ട്. കാൽഷ്യം ചാനൽ തുറന്നിട്ട് കാൽഷ്യം പതിയെ പതിയെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതാണ് ഈ കാൽഷ്യം ഇൻഫ്ലക്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഓർക്ക് നോക്കിക്കേ, കാൽഷ്യം ചാനൽ ഉള്ളിലേക്ക്, കാൽഷ്യം ചാനൽ ഓപ്പൺ ആയിട്ട് കാൽഷ്യം ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പോസിറ്റീവ് ചാർജ് കയറണ്ടേ എന്ന് നിങ്ങൾ ഓർക്കത്തില്ലേ? പക്ഷെ പോസിറ്റീവ് ചാർജ് കയറത്തില്ല. കാരണം എന്താണ്? അവിടെ കാൽഷ്യം ഉള്ളിലേക്ക് വരുമ്പോ പൊട്ടാസ്യം എഫ്ലക്സ് കണ്ടിന്യൂസ്. കണ്ടേ നോക്കിക്കേ, പൊട്ടാസ്യം ഈ സെൽസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ദാണ്ടെ കാൽഷ്യം പോസിറ്റീവ് ചാർജ് അകത്തേക്ക് കയറുന്നു, അതേസമയം അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു അല്ലെ. അതായത് നമുക്ക് നോക്കിക്കേ, ഓർത്ത് നോക്കിക്കേ, ശമ്പളമായിട്ട് 1000 രൂപ കിട്ടുന്നുണ്ട്. ശമ്പളമായിട്ട് 1000 രൂപ കിട്ടുന്നുണ്ട്. ശമ്പളം 1000 രൂപ കിട്ടി. ചെലവ് നമുക്ക് വരുന്നുണ്ടല്ലേ. പത്രത്തിന് 500 രൂപ കൊടുത്തു, പിന്നെ കറണ്ടിന് 200 രൂപ കൊടുത്തു, പിന്നെ മൂവി കാണാൻ 200 രൂപ കൊടുത്തു, ബസ്സിന് 100 രൂപ കൊടുത്തു. നോക്കിക്കേ, എല്ലാം കൂടെ 1000 രൂപ അല്ലെ. 1000 രൂപ കിട്ടി, 1000 രൂപ പോയി. അപ്പൊ എന്താ സംഭവം? നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത് വളരെ ബിഗ് 0 ആണ് അല്ലെ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാൽഷ്യം ഉള്ളിലേക്ക് കയറുന്നുണ്ട്, പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ട്. പൊട്ടാസ്യം പോസിറ്റീവ് ചാർജ് ആണ്. പൊട്ടാസ്യം എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നുണ്ട് കണ്ടിന്യൂസ്. ബട്ട് ദ ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം ചാനൽ കൗണ്ടർ ബാലൻസസ് ദ ഇഫ്ലക്സ്. അതായത് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ കാൽഷ്യം ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതങ്ങനെ ബാലൻസ് ചെയ്ത് 0 തന്നെ പോകുന്നുണ്ട്, മെയിൻറ്റെയിനിങ് എ സ്റ്റേബിൾ മെമ്പറൈൻ പൊട്ടൻഷ്യൽ. ഇതാണ് ഫേസ് 2 സംഭവിക്കുക. കാൽഷ്യം ഉള്ളിലേക്ക് വരുന്നുണ്ട്, പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഫേസ് 3 എന്താണ്? റീപോളറൈസേഷൻ ആണ് ഫേസ് 3 അല്ലെ. ഫേസ് 3 ഏതാണ്? റീപോളറൈസേഷൻ ആണ് ഫേസ് 3. മെമ്പറൈൻ പൊട്ടൻഷ്യൽ റിട്ടേൺസ് ടു റസ്റ്റിംഗ് ലെവൽ. മെമ്പറൈൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? റസ്റ്റിംഗ് ലെവലിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇതാണ് റീപോളറൈസേഷൻ. അവിടെ ഏത് ചാനലാണ് ഇൻവോൾവ് ആവുക? അവിടെ വരുമ്പോഴത്തേക്ക് കാൽഷ്യം ചാനല് ക്ലോസ് ആയിപ്പോയി കേട്ടോ. കാൽഷ്യം ചാനൽ എന്ത് ചെയ്തു? ക്ലോസ് ആയിപ്പോയി. പൊട്ടാസ്യം ചാനൽ ഓപ്പൺ മോർ വൈഡ് ചെയ്യും. നേരത്തെ ഇങ്ങനെ ഇരുന്ന ഇത്രയും തുറന്നു വെച്ചിരുന്ന പൊട്ടാസ്യം ചാനൽ എന്ത് ചെയ്തു? ഇത്രയും വൈഡ് ആയിട്ട് ഓപ്പൺ ആക്കി. എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസിങ് പൊട്ടാസ്യം എഫ്ലക്സ്. പൊട്ടാസ്യം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. പൊട്ടാസ്യം കൂടുതൽ പുറത്തേക്ക് പോകുന്നു. അപ്പൊ എന്താണ്? റസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ. അതായത് മെമ്പറൈൻ പൊട്ടൻഷ്യല് ആ 0 നിന്ന് പെട്ടെന്ന് താഴേക്ക് -90 വരുന്നു കേട്ടോ. മെമ്പറൈൻ പൊട്ടൻഷ്യൽ -90 millivoltലേക്ക് വരുന്നു. Hence contraction prepares the cell for next action potential. അപ്പം കൺട്രാക്ഷൻ അവിടെ നിൽക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകാൻ വേണ്ടി സെല്ലിനെ പ്രിപ്പയർ ചെയ്യുകയാണ് ഈ ഫേസ് 3 ആയിട്ടുള്ള റീപോളറൈസേഷനിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, phase 4 resting potential ആണ്. The cells is at rest with a stable resting membrane potential maintained by ionic gradients. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ സെൽസ് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. The cells remain quiescent. മീൻസ് ക്വിസന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇനാക്റ്റീവ് ഫോമിൽ സെൽസ് നിൽക്കുകയാണ്. സെൽസ് റിമെയിൻ ക്വിസന്റ് അണ്ടിൽ ദ നെക്സ്റ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത് വരെ സെൽസ് ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ഫേസ് 4 അതായത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കും, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. നോക്കിക്കേ, ഞാനിത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഒരു ടേബിൾ ഫോമിൽ ആക്കിയിരിക്കുന്നതാണ്. ഫേസ് 0 മുതൽ 4 വരെയുണ്ട്. 0 റാപ്പിഡ് ഡീപോളറൈസേഷൻ. ഏത് അയോൺ ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? സോഡിയം ഇൻഫ്ലക്സ് ആണ്. സോഡിയം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. മെമ്പറൈൻ പൊട്ടൻഷ്യൽ നോക്കിക്കുക, -90 നിന്ന് +20 പോകുന്നു. മില്ലിവോൾട്ട് ആണ്. നെക്സ്റ്റ് ഫേസ് 1 നോക്കിക്കേ, അത് ഇനിഷ്യൽ റീപോളറൈസേഷൻ ആണ്. ബ്രീഫ് പൊട്ടാസ്യം എഫ്ലക്സ്. പൊട്ടാസ്യം കുറച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. സ്ലൈറ്റ് ഡ്രോപ്പ് ഇൻ ദ മെമ്പറൈൻ പൊട്ടൻഷ്യൽ. ഫേസ് 2 നോക്കിക്കേ, അതൊരു പ്ലാറ്റ്യൂ ഫേസ് ആണ്. കാൽഷ്യം ഇൻഫ്ലക്സ് സംഭവിക്കുന്നുണ്ട്, ബാലൻസ്ഡ് ബൈ പൊട്ടാസ്യം എഫ്ലക്സ്. കാൽഷ്യം ഉള്ളിലേക്ക് വരുന്നുണ്ട്, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോസിറ്റീവ് ചാർജുള്ള പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ട്. മെമ്പറൈൻ പൊട്ടൻഷ്യൽ 0 millivolt ആണ്. നെക്സ്റ്റ് നോക്കിക്കുക, ഫേസ് 3 എന്ന് പറയുമ്പോൾ അവിടെ റീപോളറൈസേഷൻ സംഭവിച്ചു. എങ്ങനെയാണ്? കൂടുതൽ പൊട്ടാസ്യം പുറത്തേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇരുന്ന പൊട്ടാസ്യം ചാനൽ വൈഡ് ആയിട്ട് ഓപ്പൺ ആക്കിയിട്ട് മാക്സിമം പൊട്ടാസ്യം പുറത്തേക്ക് പോയി. റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ നേരെ -90 millivoltലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഫേസ് 4 നോക്കിക്കേ, അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. റീസ്റ്റോർഡ് ഗ്രേഡിയൻസ് ബൈ ദ പമ്പ്
ആൻഡ് സ്റ്റേബിൾ അറ്റ് അത് മെമ്പറി പൊട്ടൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് -90 മില്ലി വോൾട്ടിൽ നിൽക്കുന്നു phase 4. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ആക്ച്വലി ഇന്ന് എനിക്കൊന്ന് ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പം എന്താ ബാക്കിയുള്ള നമുക്ക് ഇനിയുള്ള സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ രീതിയിൽ നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ സമയവും നിങ്ങളുടെ സമയവും പോകും. അതുകൊണ്ടാണ് ഞാൻ അത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പോകാത്തത്. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ഏരിയാസ് നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നുകൂടെ പഠിച്ച് വായിച്ചു ഒക്കെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈ രീതിയിലായിരിക്കും നമ്മൾ നടത്തുക. അതായത് എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ ഈ ഒരു ഇന്റൻസിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, അത് മിക്കവാറും പോസിബിൾ ആകില്ല. പക്ഷെ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യന് വേണ്ടുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ വേണ്ടുന്ന പ്രാധാന്യം കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. അതായത് ചിലപ്പോൾ ചില ഏരിയാസ് ഉണ്ടാവും, അവിടെ നിന്ന് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആയിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട്, അല്ല കുറച്ച് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത്ര നമുക്ക് വലിയ പ്രാധാന്യം കൊടുക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഒരു നോളജ് ലെവൽ വെച്ചിട്ടൊക്കെ എഴുതാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ രീതിയിലായിരിക്കും. അപ്പം ആ ഒരു രീതിയിലുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമം ഡെയിലി ഒരു 1 to 2 hours ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെ ഉണ്ടാകും കേട്ടോ. ഡെയിലി 1 to 2 hours ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെ ഉണ്ടാകും. അതുകൂടാതെ തന്നെ നമ്മുടെ ആപ്പിൽ ഒരുപാട് അല്ലെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ആ രീതിയിലാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പം നന്നായിട്ട് പഠിക്കുക. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നാളെയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.